രേണു സുധിയുടെ വിവാഹം. ഇപ്പം കല്യാണം കഴിക്കുന്നോടം വരെ രേണുസുതിക്ക് ആ വീട്ടിൽ താമസിക്കാവുള്ള എഗ്രിമെന്റ് ഒന്നും രേണുസുതി എങ്ങും എഴുതിയിട്ടില്ല. രേണുസുതിക്ക് ആരും വീടും എഴുതി തന്നിട്ടില്ല. രേണുസുതിയുടെ പേരിൽ സത്യം പറഞ്ഞാൽ വീടുമില്ല, ഒന്നുമില്ല. ഞാൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അവിടെ ഇത്രയും നാണം കെട്ടിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രം. കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇളയ കുഞ്ഞിന് വേണ്ടി. മൂത്ത കുട്ടി വലിയ കുട്ടിയാണ്, അവൻ കൊല്ലത്താണ് നിൽക്കുന്നത്. ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു, ഇന്ന് പോയി. പക്ഷെ ആ കുഞ്ഞു കൊച്ചിനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റാത്തോണ്ട് മാത്രമാണ് ഞാനിവിടെ ആ വീട്ടിൽ നിൽക്കുന്നത്. ഇത്രയും കേട്ടിട്ട് രേണു സുധി വീണ്ടും വിവാഹിതയാകുമോ എന്നുള്ളതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ രേണു സുധിയുടെ ബിഗ് ബോസിന് മുമ്പുള്ള ജീവിതവും ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള ജീവിതവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. അവരിപ്പം അഭിനയമായിട്ടും ഇനാഗുറേഷനായിട്ടും പുറം രാജ്യങ്ങളിൽ പോയും അങ്ങനെയൊക്കെ ലൈഫ് ബിസി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന രേണു സുധിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. യെസ്, ആൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു റീച്ചിലെത്തി. ആ ഒരു ലൈഫ് ഈ ഒരു രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഓരോ വീഡിയോകളിലും കാണാൻ പറ്റുന്നത്. സത്യമായിട്ടുള്ള കാര്യമല്ലേ? രേണു സുധി ശരിക്കും ഇപ്പോഴത്തെ ലൈഫ് ആസ്വദിക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ച് ഇങ്ങനെയൊരു ലേഡിയുടെ ജീവിതം ഇതുപോലെ മാറുന്നത് നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഇത്രയും ഹാപ്പി ആയിട്ട് നല്ലതുപോലെ ജീവിക്കട്ടെ അല്ലെ. അതായത് ഭർത്താവ് മരിച്ച ഒരാള് ഇന്നും വിധവയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കണം എന്നൊന്നും നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല. കാരണം രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. അതിലൊരാൾക്ക് മരണം നേരത്തെ വന്നെങ്കിൽ മറ്റേയാളുടെ ജീവിതം ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. സോ അയാൾക്ക് വേണമെങ്കിൽ വീണ്ടും വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ തനിയെ തന്നെ ജീവിക്കാം, മക്കൾക്ക് വേണ്ടി ജീവിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ ഒരു ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അവര് ഒരു സ്നേഹ സമ്മാനമായിട്ട് കൊടുത്തതാണ് രേണു സുധിയുടെ സുധിലയം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീട്. അതും രേണു സുധിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ രേണു സുധിയുടെ രണ്ടാം വിവാഹം, അതായത് നെക്സ്റ്റ് അവർ ഇനിയും കല്യാണം കഴിക്കുമോ എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ചയാകുന്ന സമയത്ത് ഈ ഒരു ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ആ ഒരു വീട് തിരികെ നൽകണം എന്നാണ് പറയുന്നത്. ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഒരു സമയത്ത് നമ്മളൊരു സ്നേഹ സമ്മാനം കൊടുക്കുകയും ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയോട് നമുക്ക് ദേഷ്യമോ വിദ്വേഷമോ തോന്നിക്കഴിയുമ്പം ആ ഒരു സമ്മാനം തിരിച്ചു വാങ്ങുന്നത് എവിടുത്തെ ന്യായമായിട്ടുള്ള കാര്യമാണ്? ഇതൊരു നാറിയ കാര്യമല്ലേ? ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അല്ലേ? കാര്യം ശരി തന്നെയാണ്. ഫിറോസ് അന്ന് ചെയ്തിരുന്ന ആ ഒരു ഉപകാരം ഈ ഒരു രേണു സുധിക്കും മക്കൾക്കും അത് ഒരുപാട് വലിയൊരു ഉപകാരം തന്നെയായിരുന്നു. കാരണം വീടിന് താങ്ങായും തണലായും നിന്നിരുന്ന ഭർത്താവ് മരിച്ചു കഴിഞ്ഞ ആ ഒരു സ്ത്രീക്ക് രണ്ട് മക്കളെയും കൂട്ടി കയറി കിടക്കാനായിട്ട് അടച്ചുറപ്പുള്ള ഒരു വീട്, അതായിരുന്നു അന്ന് സോഷ്യൽ മീഡിയ ലോകം അല്ലെങ്കിൽ പൊതുജനങ്ങള് സമൂഹം നോക്കി കണ്ടുകൊണ്ടിരുന്നത് ഫിറോസിന്റെ പ്രവൃത്തിയെ. യെസ്, അയാൾ ചെയ്തത് നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. പക്ഷേ ഇവിടെ ആ ഒരു ചെയ്ത സഹായം വീണ്ടും തിരിച്ചു വാങ്ങുക എന്ന് പറയുമ്പം അതൊരു വൃത്തികെട്ട പരിപാടി തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. അവര് കല്യാണം കഴിക്കോ കല്യാണം കഴിക്കാതെ ജീവിക്കോ എന്നുള്ളതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അതിൽ നിങ്ങൾ വീണ്ടും കല്യാണം കഴിക്കരുത്, അല്ലെങ്കിൽ വീണ്ടും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ തന്ന വീട്ടിൽ താമസിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അത് അവർക്ക് വേണ്ടി കൊടുത്തതാണ്. അതിൽ ഇനി ഫിറോസിന് യാതൊരു അവകാശവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ? ശരിയല്ലേ? പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾക്ക് കഞ്ഞി കുടിച്ചു പോണെങ്കിൽ രേണു സുധിയുടെ എന്തെങ്കിലും കണ്ടന്റ് കിട്ടിയാല് അത് കത്തി പടർത്തി തീ പിടിപ്പിക്കാനായിട്ട് ഇവര് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ഓരോരോ കാര്യങ്ങളങ്ങ് ചോദിച്ച് രേണു സുധിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം എടുത്തിടുന്നത്. വിവാഹത്തെ കുറിച്ച് അറിയണം, വീടിനെ കുറിച്ച് അറിയണം, അങ്ങനെ പല പല കാര്യങ്ങളും അറിയണം എന്നുള്ള രീതിയിലാണ് ഇവരിതിന് മറുപടി കൊടുക്കുന്നുണ്ട്. രേണു സുധിക്കും എന്താണ് വേണ്ടത്? ഈ ഒരു സോഷ്യൽ മീഡിയ റീച്ച് പോകാതെ ഇതേപോലെ മെയിൻറ്റെയിൻ ആയി പോകണമെങ്കിൽ വിവാദങ്ങളിലൂടെ എന്നും എന്താ പറയാ ഒരു ആളിക്കത്തലായിട്ട് പൊതുജനത്തിന്റെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ, സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ അങ്ങ് കത്തി ജ്വലിച്ച് നിൽക്കണം. അതിനു വേണ്ടിയിട്ട് അവർക്കും ഒരു മടിയുമില്ല. അവർ നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. എന്തായാലും രേണു സുധി കല്യാണം കഴിക്കുന്നുണ്ടോ കഴിക്കാത്തതാണോ എന്നൊക്കെ അവരുടെ പേഴ്സണൽ
ആയിട്ടുള്ള ചോയ്സ് ആണ്. അതിൽ ഫിറോസ് കയറി ഇടപെടുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു വീട് വീണ്ടും തിരിച്ചു ചോദിക്കുന്നത് അതും മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. രേണുസുതി ഓൾറെഡി പറഞ്ഞു, ഇനി എങ്ങാനും വിവാഹം കഴിക്കുവാണെങ്കിൽ ആ ഒരു വീട്ടിൽ എന്തായാലും താമസിക്കില്ല എന്നുള്ളത്. യെസ്, അന്തസ്സും അഭിമാനവുമുള്ള ആരായാലും പിന്നീടും ആ വീട്ടിൽ തന്നെ താമസിക്കുക എന്നൊക്കെ പറയണത് വളരെ മോശമായിട്ടുള്ള, നമ്മൾക്ക് ഒരിക്കലും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളിലൊക്കെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, രേണുസുതി ഇപ്പോഴത്തെ ഈ ഒരു ജീവിതം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ രേണുസുതി മറ്റൊരു വിവാഹം കഴിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ ഒരു മീഡിയ ഫേസുള്ള ഒരു വ്യക്തി കല്യാണം കഴിക്കുമ്പോൾ അവരുടെ പാർട്ട്ണർക്കും അതേ ഒരു മൈൻഡ് സെറ്റ് വേണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. ആദ്യമൊന്നും അവർ നമ്മളോട് ഒന്നും പറയണമെന്നില്ല. പക്ഷെ അവർ നമ്മുടെ ജീവിതത്തിൽ വന്ന് അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യുവാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വഴി തടയാനും അവർക്ക് സാധിക്കും. അതിന് ഉദാഹരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് കീർത്തി സുരേഷിന്റെ കാര്യം. കീർത്തി സുരേഷിന്റെ ഭർത്താവ് അഭിനയിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത്. മാംഗല്യം തന്തുനാനേന എന്ന് പറയുന്ന സീരിയലിലെ ജിഷ്ണു, ആ ഒരാള് 6 മാസം എങ്ങനെ ആയിട്ടുള്ളൂ വിവാഹം കഴിച്ചിട്ട്. അപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ നിന്നും ആ ഒരു സീരിയലിൽ നിന്നും ഒക്കെ അപ്രത്യക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി കഴിഞ്ഞു. എന്താണ് സംഭവിച്ചത്, അയാളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നൊന്നും ആർക്കും അറിയില്ല. അതാണ് ഇപ്പം രേണുസുതി ഈ ഒരു ജീവിതം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും വേറൊരു വിവാഹം കഴിക്കരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. കാരണം നമ്മുടെ സന്തോഷമായിരിക്കില്ല നമ്മുടെ പാർട്ട്ണറായിട്ട് വരുന്ന ആ ഒരു ആളുടെ സന്തോഷം. മേ ബി അത് മാറിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ലൈഫ് രേണുസുതിക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസും ഉണ്ട്. സോ നല്ലപോലെ ആലോചിച്ചിട്ട് വേണം മുന്നോട്ടുള്ള ഓരോരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ലൈഫാണ്. ഇപ്പം നിൽക്കുന്ന ഈ ഒരു ലൈഫ് താൻ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ശരിക്കും എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ വേറൊരു പാർട്ട്ണർ വേണ്ട എന്നുള്ള തീരുമാനമായിരിക്കും ഏറ്റവും നല്ലത് എന്റെ അഭിപ്രായത്തില്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു കാര്യത്തിൽ എന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് എന്റെ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാം. ബൈ.